ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IT മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ തന്നെ PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇന്റർനെറ്റ്. എന്താണ് ഇന്റർനെറ്റ്? IT മേഖലയുമായി ബന്ധപ്പെട്ട് PSC 3 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിലബസ് പ്രകാരം. എന്നാൽ 3 മാർക്കിൽ കൂടുതൽ ചോദ്യങ്ങൾ IT മേഖലയിൽ നിന്ന് സാധാരണഗതിയിൽ LD എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ IT മേഖലയുമായി ബന്ധപ്പെട്ട് LDക്ക് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും പ്രധാനമായിട്ടും 10ാം ക്ലാസ്സിലെ നമ്മുടെ IT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. അത് ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്റർനെറ്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്റർനെറ്റിനെ പറ്റി പഠിക്കാനുള്ളതെന്ന്. ഇന്റർനെറ്റും അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിലെ ഭാഗം തന്നെയായിരിക്കും. ഇങ്ങനെ പരാമർശിച്ച അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് എറിക് സ്മിത്ത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു പ്രോഗ്രാമർ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം. അപ്പോ ഭാവിയില് ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീരും എന്നാണ് ആര് പറഞ്ഞത്? എറിക് സ്മിത്ത് പറഞ്ഞത്. അത് ശരിയാണല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നായിട്ട് മാറിയല്ലേ ഇന്റർനെറ്റ്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഒരു പോയിന്റ് പഠിക്കുക. എന്താണ് സുഹൃത്തുക്കളെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ്. എന്താണ് ഇന്റർനെറ്റ് എന്ന് ചോദിച്ചാല്, ലോകത്ത് ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുണ്ട്. അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കിംഗ് ശൃംഖല അറിയപ്പെടുന്ന പേരാണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ശൃംഖലകൾക്കുള്ള ഉദാഹരണമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ശൃംഖലയ്ക്കുള്ള ഉദാഹരണമാണ്. PSCയുടെ സ്ഥിരം ചോദ്യമേഖലയാണ്. ഇതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. PSCയുടെ സ്ഥിരം ചോദ്യമേഖലയാണ്, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായി പഠിക്കാനുള്ളതാണ് ബാൻ എന്നുള്ളത് അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക്. ആദ്യമായിട്ടുള്ള ഏതാണ്? ബാൻ അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക് ആണ്. രണ്ടാമത്തതാണ് പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. GAN 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക്. ഈ GAനും PSC പ്രീവിയസ് ആയി ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചോളേ, പഠിച്ചോളണേ. GAN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അപ്പോ സുഹൃത്തുക്കളെ ഇവിടെ നമ്മള് ചെറിയ നെറ്റ്വർക്കിൽ നിന്നും വലിയ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ ആരോഹണ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ്വർക്കുകളുടെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൽ ഏറ്റവും ചെറുതാരെന്ന് ചോദിച്ചാൽ ബാൻ ആണ് അഥവാ ബോഡി ഏരിയ നെറ്റ്വർക്ക് ആണ്. അതിനുശേഷം വലുതാരെന്ന് ചോദിച്ചാൽ അത് പാൻ ഏരിയ നെറ്റ്വർക്ക് അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിനുശേഷമാണ് വലുതായിട്ടുള്ള ലാൻ വരുന്നത് അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. അതിനുശേഷമാണ് മാൻ വരുന്നത് അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. അതിനുശേഷമാണ് വാൻ വരുന്നത് അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ, നെറ്റ്വർക്ക് ശൃംഖലയിൽ ഏറ്റവും വലുതാരെന്ന് ചോദിച്ചാൽ അത് GAN ആണ് കേട്ടോ, അഥവാ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്റർനെറ്റും അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഭാവിയിൽ ഇന്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ടെന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല. വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയായിരിക്കും. ഇങ്ങനെ പരാമർശിച്ച അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എറിക് സ്മിത്ത് ആണ്. എന്താണ് ഇന്റർനെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ നെറ്റ്വർക്കിംഗ് ശൃംഖലയെ ഇന്റർനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിലെ ശൃംഖലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഈ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ചെറുതിൽ നിന്നും വലുതിലേക്കാണ്, അതായത് ആരോഹണ ക്രമത്തിലാണ് കേട്ടോ.
അതുകൊണ്ട് പഠിക്കുക. ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏരിയ നെറ്റ്വർക്ക്, പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി പഠിച്ചോളുക. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. വാൻ WAN വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. GAN ഗ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നതാണ്. ഗ്യാൻ ഇപ്പോൾ അങ്ങോട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളൂ. ഗ്യാനിന്റെ പൂർണ്ണ രൂപം എന്താണ് PSC ചോദിച്ചത്, പഠിക്കുക. ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ശൃംഖല എന്ന് ചോദിച്ചാൽ അത് ഗ്യാൻ ആണ്, മറക്കരുത്. ഇന്റർനെറ്റിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആർപ നെറ്റ്വർക്ക് ആണ്. ഇന്റർനെറ്റിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ആർപ നെറ്റ്വർക്ക് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ആർപ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആർപ നെറ്റ് ആണ്. ഈ ആർപയുടെ ഫുൾ ഫോമും PSC ഒരിക്കൽ ചോദിച്ചിരുന്നു. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആർപയുടെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതുകൊണ്ട് സുഹൃത്തുക്കളൊന്ന് പഠിക്കുക. ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫയലുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗം കൈമാറ്റം ചെയ്യാൻ കഴിയുന്നു ഇന്റർനെറ്റ് ഉപയോഗിച്ച്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെൻഡ്രൈവ് എടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെമ്മറി ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി ചെയ്യണം. പിന്നെ ആ ഫയലിനെ ആർക്കാണോ കൊടുക്കേണ്ടത് അയാളെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും എന്താണ്, ഈ ഫയലുകൾ നമുക്ക് ഇന്റർനെറ്റിലൂടെ വളരെ വേഗം എന്ത് ചെയ്യാൻ പറ്റും? കൈമാറാൻ കഴിയും. ദൂരെയുള്ള ആളുകളുമായി കണ്ട് സംസാരിക്കുവാൻ കഴിയുന്നു. ശരിയല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്യത്തില്ലേ? ദൂരെയുള്ള ആളുകളുമായിട്ട് നമുക്ക് കണ്ട് സംസാരിക്കുവാൻ കഴിയുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കായി കച്ചവടക്കാർക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓർഡറുകൾ നൽകുവാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കായിട്ട് കച്ചവടക്കാർക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓർഡറുകൾ നൽകാൻ കഴിയും. നമ്മളിപ്പോൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് അല്ലെ? നമുക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ പങ്കുവയ്ക്കുവാനും കഴിയും ഇന്റർനെറ്റിലൂടെ. നമുക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ പങ്കുവയ്ക്കുവാനും കഴിയും. ഏതാണ്? ഇന്റർനെറ്റിലൂടെ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ. കേട്ടോ സുഹൃത്തുക്കളെ? അപ്പോ പ്രധാനമായിട്ടും ഇത്രയും ഉപയോഗങ്ങളാണ് ഇന്റർനെറ്റിന്റെ ഭാഗമായി ഉള്ളത്. ഇതിലും കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഉപയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മാത്രം ഇതിലേക്ക് നമ്മൾ ചുരുക്കിയത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഇന്റർനെറ്റിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആർപ നെറ്റ് ആണ്. ആർപ നെറ്റിന്റെ ആർപ എന്താണെന്നുള്ളത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസിനെയാണ് നമ്മൾ ആർപ എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫയലുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗം കൈമാറാൻ കഴിയുന്നു. ദൂരെയുള്ള ആളുകളുമായി കണ്ട് സംസാരിക്കുവാൻ കഴിയുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കായി കച്ചവടക്കാർക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓർഡറുകൾ നൽകുവാൻ കഴിയുന്നു. നമുക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ പങ്കുവയ്ക്കുവാൻ കഴിയുന്നു. ഇത്രയുമാണ് ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വാക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് PSC ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വാക്കുകൾ. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് സെർവർ എന്നുള്ള വാക്ക്. എന്താണ് സെർവർ എന്ന് നമുക്ക് നോക്കാം. ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ കൂട്ടമാണ് സെർവർ എന്നറിയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനെറ്റില് ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ കൂട്ടമാണ് സെർവർ എന്നറിയപ്പെടുന്നത്. നമുക്ക് ആവശ്യമായ വിവരങ്ങൾ സെർവറിനുള്ളിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സെർവറിനുള്ളിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രത്യേക പ്രോഗ്രാമുകൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അപ്പോ വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രോഗ്രാമുകൾ തന്നെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ധാരാളം വ്യക്തികൾക്ക് ഒരേ സമയം ഉപയോഗിക്കേണ്ടതിനാൽ പ്രവർത്തനശേഷി കൂടിയ കമ്പ്യൂട്ടറുകളാണ് സെർവറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള ഭീമന്മാര് പ്രധാനമായിട്ടും സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി എന്താണ്? ഈ സെർവറുകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി. കാരണം അത്രയും വേഗത്തിൽ എന്ത് ചെയ്യണം? ഡേറ്റ ട്രാൻസ്ഫർ അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനികളാണ് അപ്പാഷെയും അതുപോലെ ഒറാക്കിളും. ഇത് രണ്ടും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഡിഗ്രി ലെവൽ PSC ഈ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ പ്രധാനപ്പെട്ട സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനികളെയൊക്കെയെന്ന് ചോദിച്ചാൽ അപ്പാഷെയും അതുപോലെ ഓറക്കിളുമാണ്. അപ്പാഷെയും അതുപോലെ ഒറാക്കിളുമാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് സെർവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ കൂട്ടത്തെ നമ്മൾ സെർവർ എന്നറിയപ്പെടുന്നു.
നമുക്ക് ആവശ്യമായ വിവരങ്ങൾ സെർവറിനുള്ളിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രത്യേക പ്രോഗ്രാമുകൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ധാരാളം വ്യക്തികൾക്ക് ഒരേ സമയം ഉപയോഗിക്കേണ്ടതിനാൽ പ്രവർത്തനശേഷി കൂടിയ കമ്പ്യൂട്ടറുകളാണ് സെർവർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. പ്രധാന സെർവർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനികളാണ് അപ്പാഷെയും അതുപോലെ ഒറാക്കിളും. പഠിക്കുക, അപ്പാഷെയും ഒറാക്കിളും. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സെർവർ സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ് സെർവർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഈ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സെർവർ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത്. സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് സെർവർ സോഫ്റ്റ്വെയറുകൾ. സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് സെർവർ സോഫ്റ്റ്വെയറുകൾ. ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിന് സെർവറുകളെ സഹായിക്കുന്നത് സെർവർ സോഫ്റ്റ്വെയർ ആണ്. ഇത് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിന് സെർവറുകളെ സഹായിക്കുന്നത് സെർവർ സോഫ്റ്റ്വെയറുകളാണ്. പഠിക്കുക. അതിന്റെ അർത്ഥം ഒരു സെർവറിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ കാണും കേട്ടോ. അപ്പോ ഈ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രയും കാര്യക്ഷമമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം. ഈ സോഫ്റ്റ്വെയർ എവിടെയാണ്? ഈ സെർവറിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറെ വിളിക്കുന്ന പേരാണ് സെർവർ സോഫ്റ്റ്വെയറുകൾ എന്ന്. അടുത്തതായി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് IP അഡ്രസ്. എന്താണ് IP അഡ്രസ്? ഇതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് IP അഡ്രസിന്റെ പൂർണ്ണ രൂപമാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പ്രോട്ടോകോൾ എടുത്തങ്ങ് പഠിച്ചോളണേ. ഈ പ്രോട്ടോകോളിന്റെ സ്ഥാനത്ത് വേറെ പലതും P തുടങ്ങുന്ന വാക്കുകൾ ഇട്ടിട്ട് PSC ചോദിക്കും. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. IP അഡ്രസ് എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിച്ചാൽ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് IP അഡ്രസ് എന്ന്. നാം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീട്ടുവിലാസം പോലെ കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഉപകരണങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിലാസങ്ങളാണ് IP അഡ്രസ്സുകൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. നാം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീട്ടുവിലാസം പോലെ കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഉപകരണങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിലാസങ്ങളാണ് IP അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടുവിലാസം കാണൂലേ സുഹൃത്തുക്കളെ? ആ വീട്ടുവിലാസം മറ്റൊരാളുടെ വീട്ടുവിലാസവുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണോ? ഒന്നും കാണത്തില്ല. ഓരോരുത്തർക്കും ഓരോ വീട്ടുവിലാസമായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു യുണീക്നെസ് എപ്പോഴും എന്തിൽ കാണും? വിലാസത്തിൽ, നമ്മുടെ വീട്ടുവിലാസത്തിൽ കാണും. അതുപോലെ തന്നെയാണ് ഈ IP അഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഓരോന്നിനും തിരിച്ചറിയാനായിട്ട് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് IP അഡ്രസ് എന്ന്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന്. IP അഡ്രസ്സുകൾ വഴി ബൃഹത്തായ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമുക്ക് ആവശ്യമായ കമ്പ്യൂട്ടറിനെയും ഉപകരണത്തെയും തിരിച്ചറിയുന്നതിന് IP അഡ്രസ്സുകൾ സഹായിക്കുന്നു. അതായത് ഒന്നുമില്ല, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഗൂഗിളിനകത്ത് കയറി, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ് നമുക്കറിയാമേ. ഈ സെർച്ച് എഞ്ചിനകത്ത് കയറിയിട്ട് ഞാൻ ജസ്റ്റ് www.facebook.com എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോ എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഫേസ്ബുക്ക് ഏതൊക്കെ കമ്പ്യൂട്ടറിലാണോ കണക്റ്റഡ് ആയിട്ടുള്ളത് ആ കമ്പ്യൂട്ടറുകളെ മാത്രം, അല്ലെങ്കിൽ ആ ഉപകരണങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് അതിനകത്തുള്ള ഡേറ്റ എനിക്ക് തരണം അല്ലേ? അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് ഡേറ്റ സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടറിലെ അതിനകത്തുള്ള ഡേറ്റകളെ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് എത്തിക്കണം. അതിന് സഹായിക്കുന്നത് IP അഡ്രസ്സുകളാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ലെറ്റർ വേറെ ആർക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞ കണക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ കയറി പോകും കേട്ടോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോ IP അഡ്രസ്സുകൾ വഴി ബൃഹത്തായ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറിനെയും ഉപകരണത്തിനെയും മാത്രം തിരിച്ചറിയുന്നതിന് IP അഡ്രസ്സുകൾ സഹായിക്കും. അനന്തമായ സംഖ്യകളുടെ ഒരു കൂട്ടമായിരിക്കും IP അഡ്രസ്സുകൾ. പഠിക്കുക, അനന്തമായ സംഖ്യകളുടെ ഒരു കൂട്ടമായിരിക്കും IP അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ചില സുഹൃത്തുക്കളെങ്കിലും IP അഡ്രസ്സുകൾ കണ്ടു കാണാം. വേറൊന്നുമില്ല, പ്രധാനമായിട്ടും നമ്മുടെ മോഡത്തിന്റെ ഒക്കെ പിൻഭാഗത്ത് 198.155 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു നമ്പർ ഡോട്ടിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കും കേട്ടോ. ഇതിനെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോ അനന്തമായ സംഖ്യകളുടെ ഒരു കൂട്ടമായിരിക്കും IP അഡ്രസ്സുകൾ. കാരണം എന്താണ്? കോടാനുകോടി കമ്പ്യൂട്ടറുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവയ്ക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടുപേര് കണക്ക് ഓരോരോ പേര് കൊടുത്താൽ ശരിയാവോ സുഹൃത്തുക്കളെ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്
അനന്തമായ സംഖ്യകളുടെ ഒരു കൂട്ടത്തിനെയാണ് IP അഡ്രസ്സുകളായിട്ട് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു IP അഡ്രസ്സിൽ ഒരു സമയം ഒരു സെർവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതങ്ങ് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ, എടുത്തങ്ങ് പഠിച്ചോളനെ. ഒരു IP അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരു സെർവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു IP അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരു സെർവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സെർവർ വന്നാൽ എന്താ സുഹൃത്തുക്കളെ പ്രശ്നം? നമ്മുടെ അതേ വീട്ടുവിലാസത്തിന് തൊട്ടടുത്തൊരു വീടുകൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വരുന്ന കത്തിന് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലേ, ഏത് വീട്ടിലാണ് കൊടുക്കാനുള്ളതെന്ന്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും. ഒരേ IP അഡ്രസ് തന്നെ രണ്ട് സെർവർ ഉണ്ടെങ്കിൽ ഇത് ഏത് സെർവറിനാണ് ഡേറ്റ സ്വീകരിക്കേണ്ടതെന്ന് കമ്പ്യൂട്ടറിന് എന്താവും? കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒരു IP അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരു സെർവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സെർവർ സോഫ്റ്റ്വെയർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സെർവർ സോഫ്റ്റ്വെയറുകൾ എന്നറിയപ്പെടുന്നത്. ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിന് സെർവറിനെ സഹായിക്കുന്നത് ആരും ചോദിച്ചാൽ അത് സെർവർ സോഫ്റ്റ്വെയറുകളാണ്. IP അഡ്രസ്സിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിച്ചാല് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്നാണ്. നാം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീട്ടുവിലാസം പോലെ കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഉപകരണങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിലാസങ്ങളാണ് IP അഡ്രസ്സുകൾ എന്നറിയപ്പെടുന്നത്. IP അഡ്രസ്സുകൾ വഴി ബൃഹത്തായ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറിനെയും ഉപകരണത്തിനെയും തിരിച്ചറിയുന്നതിന് IP അഡ്രസ്സുകൾ സഹായിക്കുന്നു. അനന്തമായ സംഖ്യകളുടെ ഒരു കൂട്ടമായിരിക്കും എപ്പോഴും IP അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. IP അഡ്രസ്സിൽ ഒരു സമയത്ത് ഒരു സെർവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പഠിക്കുക. അടുത്തതാണ് വെബ്സൈറ്റ് ഹോസ്റ്റ്. എന്താ സുഹൃത്തുക്കളെ വെബ്സൈറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെറ്റ്വർക്കിൽ പലയിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന സെർവറുകളിലായിരിക്കും സാധാരണഗതിയിൽ വെബ്സൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വെബ്സൈറ്റ് ഹോസ്റ്റ് എന്ന്. ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് വെബ്സൈറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാല് നെറ്റ്വർക്കിലെ പലയിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന സെർവറുകളിലായിരിക്കും സാധാരണഗതിയിലെ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് വെബ്സൈറ്റ് ഹോസ്റ്റ്. എന്താണ് പേര്? വെബ്സൈറ്റ് ഹോസ്റ്റ്. പഠിക്കുക. അടുത്തതായി വീണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നിരിക്കുന്നു. DNS. ഒരുപാട് തവണ നമുക്ക് പഠിച്ച് മനസ്സിലാവാത്ത കാര്യമാണ് അല്ലെ DNS എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. DNSന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സെർവർ ആണ്. DNSന്റെ പൂർണ്ണ രൂപം എന്താ സുഹൃത്തുക്കളെ? ഡൊമൈൻ നെയിം സെർവർ എന്നാണ്. നാം ഒരു വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന വെബ് വിലാസങ്ങളാണ് ഡൊമൈൻ നെയിം സെർവറുകൾ എന്നറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. നമ്മള് ഗൂഗിളിനകത്ത് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കരുതുക. ആ ഇൻസ്റ്റാഗ്രാം എന്ന് നമ്മൾ കൊടുത്ത കീവേഡ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല. നാം ഒരു വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന വെബ് വിലാസങ്ങളാണ് ഡൊമൈൻ നെയിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാം വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത മെയിൻ വിലാസത്തെ കമ്പ്യൂട്ടറുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന IP അഡ്രസ്സുകളാക്കി മാറ്റുകയും അവയെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഇന്റർനെറ്റിലുള്ള സംവിധാനത്തെ DNS എന്നാണ് പറയുന്നത്. അപ്പോ ഈ DNSന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാല് നാം വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന മെയിൽ വിലാസത്തിനെ കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിയുന്ന IP അഡ്രസ്സുകളാക്കി മാറ്റണം. അല്ലാതെ കമ്പ്യൂട്ടറിന് മലയാളമോ ഇംഗ്ലീഷും ഹിന്ദി ഒന്നും അറിയില്ല. കമ്പ്യൂട്ടർ മെഷീനാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അറിയാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഖ്യകളെ മാത്രം തിരിച്ചറിയാൻ മാത്രമേ ആർക്ക് കഴിയൂ? കമ്പ്യൂട്ടറിന് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന മേൽവിലാസത്തിനെ എന്ത് ചെയ്യും? ഈ DNS നേരെ എന്തായിട്ട് മാറ്റും? IP അഡ്രസ്സുകളാക്കി മാറ്റിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. ഇതൊക്കെ മൈക്രോ സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. അപ്പോ ഇതൊക്കെ മൈക്രോ സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. നാം വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത മേൽവിലാസത്തെ കമ്പ്യൂട്ടറുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന IP അഡ്രസ്സുകളാക്കി മാറ്റുകയും അവയെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാരെന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിലെ DNS സംവിധാനമാണ്. ഒരു ഡൊമൈൻ നാമത്തിൽ ഒന്നിൽ കൂടുതൽ IP അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. പഠിച്ചോളണേ. ഒരു ഡൊമൈൻ നാമത്തിൽ ഒന്നിൽ കൂടുതൽ IP അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ബാംഗ്ലൂരുള്ള നമ്മുടെ ഇനി ഡൊമൈൻ നാമങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അതാണ് ഇനി ഡൊമൈൻ നാമങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. FSF.org അല്ലെങ്കിൽ IMD.gov.in എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ PSCയുടെ നമ്മൾ സൈറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യും.
psc.gov.in എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അപ്പോൾ ഈ gov.in എന്നും അല്ലെങ്കിൽ org എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡൊമൈൻ നാമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഡൊമൈൻ നാമങ്ങൾ എന്ന് പറയുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് HTML. എന്താ സുഹൃത്തുക്കളെ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? HTMLന്റെ പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ മാർക്കപ്പ് അങ്ങ് പഠിച്ചു വെച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഹൈപ്പർ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഈ മാർക്കപ്പിന്റെ സ്ഥാനത്ത് എമ്മുമായി ചേർത്തിട്ടുള്ള പല വേർഡും PSC മാറ്റിയും തിരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഇവിടെ വെച്ച് അങ്ങ് പഠിച്ചു പോവുക. HTMLന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എന്താണ്? മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. വെബ്സൈറ്റുകളും വെബ് പേജുകളുടെയും നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് HTML. പഠിച്ചോളനെ, വെബ്സൈറ്റുകളും അതുപോലെ വെബ് പേജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് HTML. HTML നിർമ്മിക്കുന്ന ഒരു പേജിനെ സാധാരണയായി വെബ് പേജ് എന്നറിയപ്പെടുന്നു. HTML നിർമ്മിക്കുന്ന അല്ലെങ്കിൽ HTML ഭാഷ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പേജിനെ സാധാരണയായിട്ട് വെബ് പേജ് എന്നറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. HTML എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. HTMLന്റെ പൂർണ്ണ രൂപമാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതിൽ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഇതിൽ എമ്മിന്റെ സ്ഥാനത്ത് പല പേരുകളിട്ട് PSC തെറ്റിപ്പിക്കും, അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിക്കുക. വെബ്സൈറ്റുകളും വെബ് പേജുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷ അറിയപ്പെടുന്ന പേരാണ് HTML. HTML നിർമ്മിക്കുന്ന ഒരു പേജിനെ സാധാരണയായിട്ട് വെബ് പേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. അടുത്തതാണ് വെബ് ബ്രൗസർ. എന്താണ് വെബ് ബ്രൗസർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്റർനെറ്റിലുള്ള കോടിക്കണക്കിന് വിവരങ്ങളിൽ നമുക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് വെബ് ബ്രൗസറുകൾ. പഠിക്കുക. ഇന്റർനെറ്റിലുള്ള കോടിക്കണക്കിനുള്ള വിവരങ്ങളിൽ നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യം മാത്രം തിരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെബ് ബ്രൗസറുകളുടെ ഉദാഹരണമാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ഈ ഭാഗത്ത് ചോദിക്കുന്നത്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗൂഗിൾ ക്രോം, സഫാരി, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേറ, ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് വെബ് ബ്രൗസറുകളുടെ സ്ഥാനത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് വെബ് ബ്രൗസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള കോടിക്കണക്കിന് വിവരങ്ങൾ നമുക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ എന്നറിയപ്പെടുന്നത്. വെബ് ബ്രൗസറിന്റെ ഉദാഹരണം ഈ പറഞ്ഞിരിക്കുന്ന 6 എണ്ണവും സുഹൃത്തുക്കൾ പഠിക്കണം, പഠിക്കാതെ പോവരുത്. സ്ഥിരം PSC ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉദാഹരണമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുക. ഗൂഗിൾ ക്രോം, സഫാരി, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേറ, ഇത്രയും സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. അടുത്തതാണ് വെബ്സൈറ്റ്. എന്താ സുഹൃത്തുക്കളെ വെബ്സൈറ്റ്? നമ്മൾ കുറെ നേരമായിട്ട് വെബ് ബ്രൗസറും വെബ്സൈറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എന്താ സുഹൃത്തുക്കളെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം വെബ് പേജുകളും അവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദങ്ങൾ, ആനിമേഷനുകൾ, സോഫ്റ്റ്വെയറുകൾ ഇവയെല്ലാം സെർവറുകളിൽ ഒരു ഫോൾഡറായിരിക്കും സൂക്ഷിക്കുന്നത്. ഇത്തരം ഫോൾഡറുകൾ അറിയപ്പെടുന്ന പേരാണ് വെബ്സൈറ്റുകൾ. അതായത് നമ്മളിപ്പോ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പാട്ടുകളും വീഡിയോസ് ഒക്കെ നമ്മൾ ഓരോ പേരിൽ ഫോൾഡറായിട്ട് സേവ് ചെയ്ത് വെക്കും അല്ലെ. അതുപോലെ ഇന്റർനെറ്റിൽ ചെയ്തു വെക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് വെബ്സൈറ്റ് എന്നതാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കയറി വരുന്നത് കേട്ടോ. ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നിറഞ്ഞതും ഒരു കൂട്ടം വെബ് പേജുകളും ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടം വെബ് പേജുകളും അവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദങ്ങൾ, ആനിമേഷനുകൾ, സോഫ്റ്റ്വെയറുകൾ ഇവയെല്ലാം സെർവറുകളിൽ ഒരു ഫോൾഡറായിരിക്കും സൂക്ഷിക്കുന്നത്. ഇത്തരം ഫോൾഡറുകൾ അറിയപ്പെടുന്ന പേരാണ് വെബ്സൈറ്റുകൾ എന്നുള്ളത് പഠിക്കുക. അടുത്തതാണ് HTTP. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. HTTP എന്താണ്? HTTP എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് HTTP എന്നുള്ളത്. HTTPയുടെ പൂർണ്ണ രൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോള്. പഠിച്ചോളണം. ഈ ട്രാൻസ്ഫർ എന്താ റെഡ് കളറിൽ കൊടുത്തേക്കെന്ന് ചോദിച്ചാല് ഈ ട്രാൻസ്ഫറിന്റെ T അവരെന്ത് ചെയ്യും, മാറ്റി കളിക്കും. PSC ടിയിൽ പുതിയ പുതിയ ട്രാൻസ്ഫോമിംഗ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ പേരൊക്കെ ഇട്ടിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിക്കുക. HTTPയുടെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാല്
ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോള്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോള്. ഇന്റർനെറ്റിൽ ലഭിക്കുന്ന ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ആവശ്യമാണ്. അല്ലാതെ ചുമ്മാ തോന്നി നടക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഫയലുകൾ എടുക്കാൻ കഴിയില്ല. ഇന്റർനെറ്റിൽ ലഭിക്കുന്ന ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ആവശ്യമാണ്. HTML ഫയലുകളും മറ്റു വിവരങ്ങളും ഇന്റർനെറ്റിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ HTTP എന്ന് പറയുന്നത്. കേട്ടോ, പഠിച്ചോളണേ. HTML ഫയലുകളും മറ്റു വിവരങ്ങളും ഇന്റർനെറ്റിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ HTTP എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ കണ്ടു കാണും, ഏതെങ്കിലുമൊക്കെ സൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ലോക്കിന്റെ പടം പച്ച കളർ കിടക്കും, എന്നിട്ട് അതിന്റെ അടുത്ത് എന്ത് ചെയ്യും, HTTP എന്ന് ഇങ്ങനെ എഴുതിയിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ് എന്നുള്ളത് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. എന്താണ് HTTP എന്ന് ചോദിച്ചാൽ അവന്റെ പൂർണ്ണ രൂപമാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഇന്റർനെറ്റിൽ ലഭിക്കുന്ന ഫയലുകൾ കൈമാറ്റം ചെയ്യുന്നതിന് പ്രോട്ടോകോൾ ആവശ്യമാണ്. HTML ഫയലുകളും മറ്റു വിവരങ്ങളും ഇന്റർനെറ്റിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ എല്ലാ സെർവർ കമ്പ്യൂട്ടറുകളിലും ഉണ്ടായിരിക്കും. ഈ പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ എല്ലാ സെർവർ കമ്പ്യൂട്ടറുകളിലും ഉണ്ടായിരിക്കും. ബ്രൗസർ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായി നമ്മുടെ കമ്പ്യൂട്ടറിലും ഇതുണ്ട്, അതും പഠിച്ചോളണേ. ഈ പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ എല്ലാ സെർവർ കമ്പ്യൂട്ടറുകളിലും ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ബ്രൗസർ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലും ആരുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന HTTP എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട് എന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വേൾഡ് വൈഡ് വെബ് അഥവാ WWW. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എന്തുമാത്രം പോയിന്റ്സ് ആണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നത്? അതുകൊണ്ട് ഇവയൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. വേൾഡ് വൈഡ് വെബ് അഥവാ WWW നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണല്ലോ. എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ പിന്നിൽ എന്താണ് ഉള്ളതെന്ന്. ഇന്റർനെറ്റിലെ കോടിക്കണക്കിന് പേജുകളും അവയിൽ നിന്നും മറ്റു പേജുകളിലേക്കും നിരവധി ലിങ്കുകളും ചേർന്ന് പരസ്പരം ആശ്രയമായ ഒരു വിവരജാലിക ഇന്റർനെറ്റിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നതായി കാണാം. ഇതിനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മൾ ചില സൈറ്റുകളിലൊക്കെ കയറുമ്പോഴത്തേക്കും അതിനകത്ത് വേറൊരു ലിങ്ക് കാണും അല്ലെ, അല്ലെങ്കിൽ ഇന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറയും. ആ ലിങ്ക് കയറുമ്പോൾ നമ്മൾ പുതിയൊരു സൈറ്റിലോട്ട് പോകും. ഇങ്ങനെ ഒരു സൈറ്റിൽ നിന്ന് ചാടി നമുക്ക് മറ്റു പല സൈറ്റുകളിലേക്ക് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ മാറി പോകാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ പ്രൊഫൈലിൽ കയറി അവിടെ നിന്ന് അടുത്ത ആളുടെ പ്രൊഫൈൽ കയറി ഇങ്ങനെ മാറി നമുക്ക് പോകാൻ പറ്റും അല്ലെ. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ വേൾഡ് വൈഡ് വെബ് ആണ് കേട്ടോ. അപ്പൊ ഇന്റർനെറ്റിലെ കോടിക്കണക്കിന് പേജുകളും അവയിൽ നിന്നും മറ്റു പേജുകളിലേക്കും നിരവധി ലിങ്കുകളും ചേർന്ന് പരസ്പരാശ്രയമായ ഒരു വിവരജാലിക ഇന്റർനെറ്റിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായി കാണാം. ഇതിനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് വെബിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് HTTP ആണ്. മറക്കരുത്, PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, വേൾഡ് വൈഡ് വെബിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് HTTP അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. സുഹൃത്തുക്കൾ പഠിക്കുക. വേൾഡ് വൈഡ് വെബിന്റെ പിതാവാണ് ടിം ബെർണേഴ്സ്-ലീ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് LDയും അതുപോലെ LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. വേൾഡ് വൈഡ് വെബ് അഥവാ WWWന്റെ പിതാവായിരുന്നു ചോദിച്ചാൽ ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് വെബ് രൂപീകൃതമായ വർഷം 1989. വേൾഡ് വൈഡ് വെബ് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ അത് 1989. വേൾഡ് വൈഡ് വെബിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്. മറന്നുപോലെ, വേൾഡ് വൈഡ് വെബിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്ഥാപനം ഏതാണ്? യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, വേൾഡ് വൈഡ് വെബ് എന്താണ് സുഹൃത്തുക്കളെ? ഇന്റർനെറ്റിലെ കോടിക്കണക്കിന് പേജുകളും അവയിൽ നിന്നും മറ്റു പേജുകളിലേക്കും നിരവധി ലിങ്കുകൾ ചേർന്ന് പരസ്പരം ആശ്രയമായാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള വിവരജാലിക ഇന്റർനെറ്റിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെ വിളിക്കുന്ന പേരാണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ളത്. വേൾഡ് വൈഡ് വെബ് പ്രവർത്തനത്തിന് സഹായിക്കുന്നത് HTTP ആണ് അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെന്ന് പഠിക്കുക. വേൾഡ് വൈഡ് വെബിന്റെ പിതാവ്
ടിം ബെർണേഴ്സ്-ലീ ആണ്. വേൾഡ് വൈഡ് വെബ് രൂപീകൃതമായ വർഷം 1989. വേൾഡ് വൈഡ് വെബിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്ഥാപനം യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ആണ് എന്നും ഇവിടെ അങ്ങ് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. അടുത്തതായി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് URL. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ് അല്ലെ URL എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് URL എന്നുള്ളത്. URLന്റെ പൂർണ്ണ രൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. ഇതിൽ ആ റിസോഴ്സ് അങ്ങ് പഠിച്ചു വെച്ചോളണേ. ഇവിടെയാണ് PSC മാറ്റം വരുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URLന്റെ പൂർണ്ണ രൂപം. URLന്റെ പൂർണ്ണ രൂപം എന്താ സുഹൃത്തുക്കളെ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് തന്നെ പഠിക്കുക. ആ റിസോഴ്സിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് തരും, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ആര്? URL എന്ന് പറയുന്നത്. HTTP-യാൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വെബ്സൈറ്റിന് പൊതുവെയുള്ള ഡൊമൈൻ നാമത്തിന് പുറമെ അതിനകത്ത് ഓരോ ഫയലിനും മറ്റു വിവരങ്ങൾക്കും അല്ലെങ്കിൽ വിഭവങ്ങൾക്കും പ്രത്യേക വിലാസം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പ്രത്യേക വിലാസം അറിയപ്പെടുന്ന പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലേ, ആ മൊബൈൽ ഫോണിനകത്ത് ഗാലറി എന്ന് പറഞ്ഞൊരു സംഭവം കാണുമല്ലോ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗാലറി എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണുമല്ലോ. ഈ ഗാലറി എന്ന് പറയുന്ന ഐക്കൺ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഫോൾഡർ കാണും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് വരുന്ന ഇമേജസും വീഡിയോസിനും വേണ്ടിയിട്ട് കാണും, നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടി സെപ്പറേറ്റ് ഒരു ഫോൾഡർ കാണും, അല്ലെങ്കിൽ മറ്റൊരാൾ അയച്ചു തന്നിരിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് എന്താണ് ഇപ്പോൾ ബ്ലൂടൂത്ത് വഴിയോ മറ്റോ സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നതാണെന്നെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് കാണും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫോൾഡറുകളും ഫയലുകളുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വെബ്സൈറ്റിനുള്ളിലും നടക്കുന്നത്. HTTP വഴി കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം വെബ് പേജുകളുടെയും അതുപോലെ തന്നെ വീഡിയോസോ അതിനകത്തുള്ള ഓഡിയോസോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും കാരണമാവട്ടെ ഈ കാര്യങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ഫോൾഡർ ആക്കി വെച്ചിരിക്കുന്നതിനാണ് വെബ്സൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എവിടെ? സെർവറിനുള്ളിൽ. ഈ വെബ്സൈറ്റിനുള്ളിൽ ഇരിക്കുന്ന ഫോൾഡറിനകത്ത് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നേരത്തെ ആ മൊബൈൽ ഫോണിൽ പറഞ്ഞ കേസ് പോലെ തന്നെ ഓരോരോ ഫയലുകളെയും തിരിച്ച് കൃത്യമായിട്ടുള്ള വിഭവങ്ങളെയും തിരിച്ച് ഓരോരോ വിലാസത്തിലാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ഫോൾഡറിനുള്ളിൽ അങ്ങ് വലിച്ചു വാരി ഇട്ടിരിക്കുകയല്ല കേട്ടോ. കൃത്യമായിട്ട് അടുക്കി ഒതുക്കി പറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് ഒന്നുമില്ല, HTTP-യിൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വെബ്സൈറ്റിന് പൊതുവെയുള്ള ഡൊമൈൻ നാമത്തിന് പുറമെ അതിലെ ഓരോ ഫയലിനും മറ്റു വിഭവങ്ങൾക്കും പ്രത്യേകമായ ഒരു വിലാസം ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെയുള്ള പ്രത്യേക വിലാസങ്ങൾ അറിയപ്പെടുന്ന പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളത് പഠിക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഒരു ഫയലിന്റെ കൈമാറ്റ സങ്കേതം, വെബ്സൈറ്റിന്റെ നാമം, ഫയൽ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇടം എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു URL എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും? ഒരു ഫയലിന്റെ കൈമാറ്റ സങ്കേതം, അതുപോലെ തന്നെ വെബ്സൈറ്റിന്റെ നാമം, അതുപോലെ സെർവറിൽ എവിടെയാണ് ആ ഫയൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഇടം വരെ നമുക്ക് അറിയാൻ കഴിയും. പഠിച്ചോളുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഫയലിന്റെ കൈമാറ്റ സങ്കേതം, വെബ്സൈറ്റിന്റെ നാമം, ഫയൽ സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇടം വരെ നമുക്ക് അറിയുവാൻ കഴിയും. പഠിക്കുക. അടുത്തതാണ് ഇന്റർനെറ്റ് സൊസൈറ്റി. എന്താ സുഹൃത്തുക്കളെ ഇന്റർനെറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അധികം സുഹൃത്തുക്കളും കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇന്റർനെറ്റ് സൊസൈറ്റി ഇന്റർനെറ്റിന്റെ ഘടനയെയും നയങ്ങളെയും ഇതര പൊതുവിഷയങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ഇന്റർനെറ്റ് സൊസൈറ്റി. ഇന്റർനെറ്റിന്റെ ഘടനയെയും നയങ്ങളുടെയും അതുപോലെ ഇതര പൊതുവിഷയങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ഇന്റർനെറ്റ് സൊസൈറ്റി. ഇന്റർനെറ്റ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1992. ഇന്റർനെറ്റ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1992 ആണ്. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫും അതുപോലെ ബോബ് ഖാനുമാണ്. ഇവർ രണ്ടുപേരുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫും അതുപോലെ ബോബ് ഖാനുമാണ്. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ ആസ്ഥാനം അമേരിക്കയാണ്. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇന്റർനെറ്റ് സൊസൈറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്റർനെറ്റിന്റെ ഘടനയെയും നയങ്ങളെയും ഇതര പൊതുവിഷയങ്ങളെയും മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ്
ഇന്റർനെറ്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. ഇന്റർനെറ്റ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1992 ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ സ്ഥാപകരാരൊക്കെയാണ്? വിൻഡൻ സർഫും അതുപോലെ ബോബ് ഖാനുമാണ്. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. പഠിക്കുക. അതുപോലെ തന്നെ PSC പ്രീവിയസ് ആയി +2 ലെവൽ ചോദിച്ച ചോദ്യമാണ് ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് അഥവാ IETF. PSC എന്ന് ചോദിച്ചത് IETFന്റെ ഫുൾ ഫോം ആയിരുന്നു. പഠിക്കുക. IETF അഥവാ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റിലെ സാങ്കേതിക ഘടനാപരമായ സുസ്ഥിരയ്ക്കും സുരക്ഷിതത്വത്തിനും ആവശ്യമായ സജ്ജീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനയാണ് ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റിന്റെ സാങ്കേതിക ഘടനാപരമായ സുസ്ഥിരതയ്ക്കും അതുപോലെ സുരക്ഷിതത്വത്തിനും ആവശ്യമായ സജ്ജീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംഘടനയാണ് ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോളുകളുടെ നവീകരണവും ഈ കമ്മിറ്റി തന്നെയാണ് പരിശോധിക്കുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോളുകളുടെ നവീകരണവും ഈ കമ്മിറ്റി തന്നെയാണ് പരിശോധിച്ച് അംഗീകാരം നൽകുന്നതെന്ന് പഠിക്കുക. ഇന്റർനെറ്റ് പ്രോട്ടോകോളുകളുടെ നവീകരണവും ഈ കമ്മിറ്റി തന്നെയാണ് പരിശോധിച്ച് അംഗീകാരം നൽകുന്നതെന്ന് പഠിക്കുക. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് രൂപീകൃതമായത് 1986 ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് രൂപീകൃതമായത് 1986 ഇപ്പോഴത് ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ കീഴിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചിന്തിക്കും ഇന്റർനെറ്റ് സൊസൈറ്റി 92 വന്നത്, ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് 86 വന്നത്. അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആരുടെ കീഴിലാണ്? ഇന്റർനെറ്റ് സൊസൈറ്റിയുടെ കീഴിലാണെന്ന് പഠിക്കുക. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് രൂപീകൃതമായത് 1986 ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ ആസ്ഥാനം അമേരിക്കയാണ്. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സിന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? അമേരിക്കയാണ്. പഠിക്കുക. അടുത്തതാണ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിം ആൻഡ് നമ്പർ. മറക്കരുത്, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പർ എന്നുള്ള അഥവാ ICAN എന്ന് പറയും കേട്ടോ സുഹൃത്തുക്കളെ. ഇതും PSC ഇപ്പൊ അങ്ങോട്ട് പ്രീവിയസ് ആയി ചോദിച്ചതേ ഉള്ളൂ ICAN. അതുകൊണ്ട് പഠിക്കാം. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പർ അഥവാ ICAN. ഡൊമൈൻ നാമകരണ സംവിധാനത്തിന് പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്ന ICAN സ്ഥാപനമാണ്. ഡൊമൈൻ നാമകരണ സംവിധാനത്തിന് പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് ICAN ആണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പർ ആണ്. എല്ലാ ഇന്റർനെറ്റ് വിലാസവും അതിന്റെ ശരിയായ IP വിലാസത്തിലേക്ക് തന്നെ എത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ സ്ഥാപനമാണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ പോസ്റ്റ് ഓഫീസ് ചെയ്യുന്ന ജോലി തന്നെയാണ് ഈ ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡൊമൈൻ നാമകരണ സംവിധാനത്തിന് പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ICAN ആണ്. അതുപോലെ തന്നെ എല്ലാ ഇന്റർനെറ്റ് വിലാസവും അതിന്റെ ശരിയായ IP വിലാസത്തിലേക്ക് തന്നെ എത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ അതും ICAN ആണ്. പഠിക്കുക. ICAN രൂപീകൃതമായത് 1998 ICAN രൂപീകൃതമായ വർഷം 1998 ICANന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ICANന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? അമേരിക്കയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇമെയിൽ. നമുക്ക് നോക്കാം എന്താണ് ഇമെയിൽ എന്നുള്ളത്. ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നടത്തുന്ന കത്തിടപാടുകൾ അറിയപ്പെടുന്ന പേരാണ് ഇമെയിൽ. ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നടത്തുന്ന കത്തിടപാടുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇമെയിൽ എന്നുള്ളത്. ഇവിടെ നിന്ന് PSC ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഇമെയിൽ ദാതാക്കളുടെ പേരാണ്. അതുകൊണ്ട് ഈ ഇമെയിൽ ദാതാക്കളുടെ പേരെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇവയെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഒന്നാമതായിട്ട് യാഹു, രണ്ടാമത്തത് ജിമെയിൽ, മൂന്നാമത്തത് ഹോട്ട്മെയിൽ, നാലാമത്തത് ഔട്ട്ലുക്ക്, അഞ്ചാമത്തത് iCloud മെയിൽ, ആറാമത്തത് GMX. ഈ GMX ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചേ, പ്രീവിയസ് ആണ്, ഡിഗ്രി ലെവൽ ഇപ്പൊ അങ്ങോട്ട് GMX ചോദിച്ചേ, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നടത്തുന്ന കത്തിടപാടുകൾ അറിയപ്പെടുന്ന പേരാണ് ഇമെയിൽ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഇമെയിൽ ദാതാക്കൾ ആരൊക്കെയാണ്? യാഹു, ജിമെയിൽ, ഹോട്ട്മെയിൽ, ഔട്ട്ലുക്ക്, iCloud മെയിൽ, അതുപോലെ GMX. പഠിക്കുക ഏതാണ്? GMX.
അടുത്തതാണ് നവ സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയകൾ. ഇപ്പൊ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണല്ലേ നവ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. നമ്മുടെ ചുറ്റുപാടുമുള്ള വാർത്തകളും വിവരങ്ങളും ആശയങ്ങളും തമാശകളും ഒക്കെ കൈമാറാനും ചിത്രങ്ങൾ വീഡിയോകൾ തുടങ്ങിയവ പങ്കുവയ്ക്കാനും ഒരു മാധ്യമം എന്ന ആശയത്തോടു കൂടി ഇന്റർനെറ്റിന്റെ വികാസത്തോടു കൂടി ഉത്ഭവിച്ച ആശയമാണ് നവസാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് നവസാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാടുമുള്ള വാർത്തകളും വിവരങ്ങളും ആശയങ്ങളും തമാശകളും ഒക്കെ നമുക്ക് കൈമാറാനും ചിത്രങ്ങളും വീഡിയോകൾ തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഒരു മാധ്യമം എന്ന ആശയത്തോടു കൂടി ഇന്റർനെറ്റിന്റെ വികാസത്തിൽ ഉത്ഭവിച്ച ആശയമാണ് നവ സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയാസ് എന്നറിയപ്പെടുന്നത്. നവസാമൂഹിക മാധ്യമങ്ങൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾക്ക് ഉദാഹരണം നമ്മൾ പഠിക്കണം. ഇതും PSCയുടെ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയസ്പോറ പഠിച്ചു വെച്ചോളണേ, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഡയസ്പോറ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം. അപ്പോൾ നവസാമൂഹിക മാധ്യമങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയസ്പോറ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം. ഡയസ്പോറ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണം സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും മറക്കല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. താഴെ പറയുന്നതിൽ ഏതെങ്കിലും ആയിരിക്കും എക്സാമിന് PSC ഉദാഹരണമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഡയസ്പോറ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചോളുക മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ. ഒന്നുകൂടി പറഞ്ഞുതരാം. നവസാമൂഹിക മാധ്യമങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഡയസ്പോറ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇ ബാങ്കിങ്. എന്താണ് ഇ ബാങ്കിങ്? നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ലേ സുഹൃത്തുക്കളെ ഇ ബാങ്കിങ്. ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾ ബാങ്ക് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റിലൂടെ നിർവഹിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ ബാങ്കിങ്. അപ്പോൾ എന്താണ് ഇ ബാങ്കിങ് എന്ന് ചോദിച്ചാൽ ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾക്ക് ബാങ്ക് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് നിർവഹിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ ബാങ്കിങ് എന്നുള്ളത്. ഈ ബാങ്കിങ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ എന്നെ സുഹൃത്തുക്കൾ അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാൻ കഴിയും അല്ലേ. പണ്ടത്തെ പോലെ നമ്മുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ അറിയാനായിട്ട് ആരെങ്കിലും ഇപ്പൊ ബാങ്കിലോട്ട് പോവാറുണ്ടോ? അധികാരം പോവാറില്ല. അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് പരിശോധിക്കുവാൻ കഴിയും. നാം മുമ്പ് നടത്തിയ ഇടപാടുകൾ കൃത്യമായി നമുക്ക് പരിശോധിക്കാൻ കഴിയും. കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം വളരെ വേഗം മാറ്റുവാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വളരെ വേഗം ഇപ്പൊ നമുക്ക് പണം അയക്കാൻ കഴിയും അല്ലെ. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്ന് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ക്യൂ ഒക്കെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ക്യാഷ് അടയ്ക്കണമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഗൂഗിൾ പേ ഒക്കെ പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. അപ്പൊ മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം നമുക്ക് വളരെ വേഗം മാറ്റുവാൻ കഴിയും. ഏതാണ്? ഈ ബാങ്കിങ് കൊണ്ടുള്ള ഉപയോഗമാണ്. അതുപോലെ തന്നെ നാം വാങ്ങിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ബില്ലുകൾ നമുക്ക് അടയ്ക്കാൻ കഴിയും. ഇപ്പൊ എത്ര പേര് സുഹൃത്തുക്കളെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി പണം അടയ്ക്കുന്ന എല്ലാവരും വീട്ടിൽ തന്നെയാണ് അടയ്ക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്ടർ ബില്ല് അടയ്ക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഇന്റർനെറ്റിന്റെ ഇ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സേവനം ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, എന്താണ് ഇ ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾ ബാങ്ക് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റിലൂടെ നിർവഹിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇ ബാങ്കിങ് എന്ന്. ഇ ബാങ്കിങ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ ചോദിച്ചാൽ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് നമുക്ക് പരിശോധിക്കാം. നാം മുൻപ് നടത്തിയ ഇടപാടുകൾ പോലും നമുക്ക് പരിശോധിക്കുവാൻ കഴിയും. മറ്റൊരു അക്കൗണ്ടിലേക്ക് വളരെ വേഗം പണം മാറ്റുവാൻ കഴിയും. നാം വാങ്ങിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ബില്ലുകൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുവാൻ കഴിയും. പഠിക്കുക. അടുത്തതാണ് OTP. എന്താണ് OTP? ഇപ്പോൾ എന്തിനും OTP ഉണ്ടല്ലേ. ഏതൊരു കാര്യത്തിന് ഇപ്പൊ നമുക്ക് OTP വേണം. എന്താണ് OTP? OTPയുടെ പൂർണ്ണ രൂപമാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. പഠിക്കുക. OTPയുടെ പൂർണ്ണ രൂപമാണ് വൺ ടൈം പാസ്വേഡ്. OTPയുടെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? വൺ ടൈം പാസ്വേഡ്. ഈ വൺ ടൈം അങ്ങ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണേ. ഇവിടെ ഇട്ട് PSC കളിക്കും, നമുക്ക് തെറ്റും. വൺ ടൈം പാസ്വേഡിനെയാണ് നമ്മൾ OTP എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകളെല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് OTP എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകളെല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്
രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് OTP എന്ന് പറയുന്നത്. ഉപഭോക്താവിന്റെ ഇമെയിൽ അഡ്രസ് വഴിയും മൊബൈൽ ഫോൺ നമ്പർ വഴിയും OTP ലഭിക്കുന്നതാണ്. ഉപഭോക്താവിന്റെ ഇമെയിൽ അഡ്രസ് വഴിയും മൊബൈൽ ഫോൺ നമ്പർ വഴിയും നമുക്ക് OTP ലഭിക്കുന്നതാണ്. ഇന്റർനെറ്റ് വഴിയുള്ള പണമിടപാടുകളും മറ്റു പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ OTP സുരക്ഷിതത്വം അത്യാവശ്യമാണ് അല്ലെ. എവിടെ ഓപ്പൺ ചെയ്താലും OTP ചോദിക്കും അല്ലെ സുഹൃത്തുക്കളെ. ഇന്റർനെറ്റ് വഴിയുള്ള പണമിടപാടുകളും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾക്കും നമുക്കിപ്പോ OTPയുടെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം OTPയുടെ പൂർണ്ണരൂപമാണ്. എന്താ OTPയുടെ പൂർണ്ണരൂപം? വൺ ടൈം പാസ്വേഡ് എന്നാണ്. നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകളെല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് OTP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്നത്. ഉപഭോക്താവിനെ ഇമെയിൽ അഡ്രസ് വഴിയും മൊബൈൽ ഫോൺ നമ്പർ വഴിയും നമുക്ക് OTP ലഭിക്കുന്നതാണ്. ഇന്റർനെറ്റ് വഴിയുള്ള പണമിടപാടുകൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ OTP സുരക്ഷിതത്വം അത്യാവശ്യമാണ്. പഠിക്കുക. അടുത്തതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഗവേണൻസ്. എന്താ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗവേണൻസ് എന്തെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയും ഗവൺമെന്റ് മേഖലയിലേക്ക് കൂട്ടിച്ചേർക്കുകയും അതുവഴി ഉപഭോക്താക്കൾക്ക് വളരെ വേഗം ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസിലൂടെ ഗവൺമെന്റിന് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് കേരള സർക്കാർ രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിക്കുന്നത്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കേരള സർക്കാർ രൂപം നൽകിയിട്ടുള്ള സംരംഭം അറിയപ്പെടുന്ന പേരാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ 25. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ മാസം 25-ാം തീയതിയാണ്. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം ജില്ല. ഇതൊക്കെ പ്രീവിയസ് ആയി PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല. അക്ഷയ പദ്ധതി ആരംഭിച്ച രണ്ടാമത്തെ ജില്ല കണ്ണൂർ ജില്ല. പഠിക്കുക. അക്ഷയ പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ല. അക്ഷയ പദ്ധതി ആരംഭിച്ച രണ്ടാമത്തെ ജില്ലയാണെങ്കിൽ അത് കണ്ണൂർ ജില്ല. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ സുഹൃത്തുക്കളെ? മമ്മൂട്ടിയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താണ് ഗവേണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയും ഗവൺമെന്റ് മേഖലയിൽ കൂട്ടിച്ചേർക്കുകയും അതുവഴി ഉപഭോക്താക്കൾക്ക് വളരെ വേഗം ആവശ്യം നിറവേറ്റുകയും ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം 2002 നവംബർ മാസം 25-ാം തീയതി. അക്ഷയ പദ്ധതി ആരംഭിച്ച ജില്ല, ആദ്യമായി ആരംഭിച്ച ജില്ലയാണ് കേട്ടോ, ഏതാണ്? മലപ്പുറം ജില്ല. അക്ഷയ പദ്ധതി ആരംഭിച്ച രണ്ടാമത്തെ ജില്ല കണ്ണൂർ ജില്ല. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ്. പഠിക്കുക. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് ആണ് സ്പാർക്ക് എന്ന് പറയുന്നത്. വീണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് അറിയപ്പെടുന്ന പേരാണ് സ്പാർക്ക്. സ്പാർക്കിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കെയർ. അപ്പോ സ്പാർക്കിന്റെ പൂർണ്ണ രൂപം സുഹൃത്തുക്കൾ പഠിച്ചോളെ. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള എന്നാണ്. നാഷണൽ ഗവേണൻസ് പ്ലാൻ അഥവാ NEGP ആരംഭിച്ച വർഷം 2006. നാഷണൽ ഗവേണൻസ് പ്ലാൻ അഥവാ NEGP ആരംഭിച്ച വർഷം 2006 ആണ്. നാഷണൽ ഗവേണൻസ് പ്ലാൻ അറിയപ്പെടുന്ന പേരാണ് ക്രാന്തി. പഠിച്ചോളനെ. നാഷണൽ ഗവേണൻസ് പ്ലാൻ അറിയപ്പെടുന്ന പേരെന്താണ്? ക്രാന്തി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഗവേണൻസ് നഗരം ചോദിച്ചാൽ അത് ബറോഡയാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിലെ ബറോഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഗവേണൻസ് നഗരം. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പരസ്യവാചകമാണ് പവർ ടു എംപവർ എന്നാണ്. മറക്കല്ലേ. ഡിഗ്രി ലെവൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു +2 എക്സാമിനും കണ്ടിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പരസ്യവാചകം എന്താണ്?
പവർ ടു എംപവർ എന്നാണ്. പവർ ടു എംപവർ എന്നാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് അറിയപ്പെടുന്ന പേരാണ് സ്പാർക്ക്. സ്പാർക്കിന്റെ പൂർണ്ണ രൂപം എന്താ സുഹൃത്തുക്കളെ? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള എന്നാണ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാന് അഥവാ NEGP ആരംഭിച്ച വർഷം 2006. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അറിയപ്പെടുന്ന പേര് ഇ ക്രാന്തി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഇ ഗവേണൻസ് നഗരം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ ബറോഡയാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ മുഴുവൻ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പരസ്യവാചകമാണ് പവർ ടു എംപവർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മെട്രോ നഗരം കൊൽക്കത്ത. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മെട്രോ നഗരം എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാഷ്ലെസ് വില്ലേജ് അഗോദര ഗുജറാത്ത്. മാറിപ്പോവല്ലേ, വഡോദരയല്ല, അഗോദര ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാഷ്ലെസ് വില്ലേജ് എന്ന് ചോദിച്ചാൽ അത് അഗോദര ഗുജറാത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാഷ്ലെസ് വില്ലേജ് ഇബ്രാഹിംപൂർ തെലങ്കാന. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാഷ്ലെസ് വില്ലേജ് എന്ന് ചോദിച്ചാൽ ഇബ്രാഹിംപൂർ തെലങ്കാന. ക്യാഷ്ലെസ് എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ മുഴുവൻ ഓൺലൈൻ ആയിട്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സഹായത്തോടെ ആയിരിക്കും. അതിനാണ് നമ്മൾ ക്യാഷ്ലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ക്യാഷ്ലെസ് വില്ലേജ് ഏതാണ്? ഇബ്രാഹിംപൂർ. എവിടെയാണ്? തെലങ്കാന സംസ്ഥാനത്തില്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ കോളനി നെടുങ്കയം, മലപ്പുറം ജില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ കോളനി എന്ന് ചോദിച്ചാൽ അത് നെടുങ്കയമാണ്, മലപ്പുറം ജില്ല. പഠിക്കും. അപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിൽ ഏകദേശം 90% ചോദ്യങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഈ മേഖല സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.